So next is the last topic of the module, labor participation in management. It is also known as workers participation in management. എന്താണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ്. ഇതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദി പാർട്ടിസിപ്പേഷൻ ഓഫ് നോൺ മാനേജീരിയൽ എംപ്ലോയീസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സാധാരണ ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആരാണ്? മാനേജേഴ്സ് ആണ് അല്ലേ, മാനേജീരിയൽ പേഴ്സൺസ് ആണ്. അപ്പോൾ നോൺ മാനേജീരിയൽ പേഴ്സൺസ് കൂടെ ഒരു കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയണേ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലേബർ പാർട്ടിസിപ്പേഷൻ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഓർ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. Okay, and in Germany it is termed as co-determination. In Yugoslavia it is termed as self-management. അപ്പോൾ നിങ്ങളോട് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് സെൽഫ് മാനേജ്മെൻറ്റ് ചോദിച്ചാലും കോ-ഡിറ്റർമിനേഷൻ ചോദിച്ചാലും ഒക്കെ ഇറ്റ് മീൻസ് എന്താണ്? ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. So it implies mental and emotional involvement of workers in the management of an organization. ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൽ വെറുതെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതല്ല, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ദ വർക്കേഴ്സ് വിൽ ഹാവ് എ സേ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. അവർക്ക് കൂടെ പറയാനുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ദേ ക്യാൻ ഇമോഷണലി ആൻഡ് മെൻ്റലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഓൾസോ ദേ ക്യാൻ എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ ആൻഡ് സജഷൻസ്. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവർക്ക് ഒപ്പീനിയൻ പറയാനും സജഷൻ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും, അവർക്ക് അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിനെയാണ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഞാനൊരു 2 ഡെഫിനേഷൻ തരാം, രണ്ടും പഠിച്ചേക്കുക. ഫസ്റ്റ് ഡെഫിനേഷൻ ഗിവൺ ബൈ കെയ്ത്ത് ഡേവിസ്. Participation refers to the mental and emotional involvement of a person in a group situation which encourages him to contribute to group goals and share the responsibility of achievement. ആ ഓർഗനൈസേഷൻ്റെ ഗ്രൂപ്പ് ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അച്ചീവ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഗ്രൂപ്പ് സിറ്റുവേഷനിൽ ഇമോഷണലായിട്ടും മാനസികമായിട്ടും മെൻ്റലി ആൻഡ് ഇമോഷണലി ഒരു വ്യക്തി ഇൻവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പാർട്ടിസിപ്പേഷൻ എന്ന് പറയണത്. ഒരു ഗ്രൂപ്പ് സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ ഇമോഷണലി ആൻഡ് മെൻ്റലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണു. അങ്ങനെ ആ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാനും ആ അച്ചീവ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനും അയാൾക്ക് സാധിക്കണം. അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് ഗിവൺ ബൈ വാൾപോൾ. Participation in management refers to the worker, gives the worker a sense of importance, pride and accomplishment. നമ്മളൊരു വ്യക്തിക്ക് ഇതിലൂടെ പാർട്ടിസിപ്പേഷനിലൂടെ നമ്മളൊരു വ്യക്തിക്ക് എന്ത് കൊടുക്കുകയാണ്? എ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ്, നമുക്ക് അവിടെയുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഒരു അഭിമാനം, ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്, നമ്മൾ നേടിയെടുത്തതിൻ്റെ ഒരു നേട്ടം, ഇതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഗീവ്സ് എ ഫ്രീഡം ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ. തനിക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കണം. എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് വിത്ത് ദ പ്ലേസ് ഓഫ് വർക്ക്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട്, ജോലി ചെയ്യുന്ന വർക്കിനോട് എ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണെന്നുള്ളൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആൻഡ് എ സെൻസ് ഓഫ് വർക്ക്മാൻഷിപ്പ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അങ്ങനെ നമ്മൾ എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയുടെയും വർക്ക്മാൻഷിപ്പിൻ്റെയും ഒരു സെൻസ് ഓരോ വ്യക്തിയിലും ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ 2 ഡെഫിനേഷൻസ് ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ പറയണത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ nature or features of workers participation in management. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പോയിൻ്റാണ് കുറച്ച്. ഫസ്റ്റ് വൺ, ഇറ്റ് മീൻസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ പാർട്ടിസിപ്പേഷൻ ഓഫ് എ പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് സിറ്റുവേഷൻ റാദർ ദാൻ മിയർ ഫിസിക്കൽ പ്രസൻസ്. ഒരു വ്യക്തി അവരുടെ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ വന്നിരുന്നാൽ പോരാന്ന്, ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായാൽ പോരാ,
മെൻ്റലി ആൻഡ് ഇമോഷണലി അയാൾ അതിൽ ഇൻവോൾവ് ചെയ്യണം. സെക്കൻഡ് വൺ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെൻറ്റ് നോട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ ബട്ട് ജോയിൻലി ആസ് എ ഗ്രൂപ്പ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിലൂടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്, പകരം എന്തായിട്ടാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. ഒരു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. ഇൻ ബോത്ത് ദ കേസസ് it is a system of communication and consultation whereby employees express their opinion. അത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, പക്ഷേ ഏതാണെങ്കിലും അവർക്ക് അവരുടെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ വ്യൂസ്, ഒപ്പീനിയൻ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവസരമായിരിക്കണം ലേബർ പാർട്ടിസിപ്പേഷൻ. ഇനി നാലാമത്തെ പോയിന്റ്, ദർ ആർ 5 levels ഓഫ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ലേബർ പാർട്ടിസിപ്പേഷന് 4 ലെവലാണുള്ളത്. 4 ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ ഒന്നാമത്തെ ലെവൽ. ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷനിൽ നമ്മൾ പറയണത് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എംപ്ലോയീസ് ആർ ഏബിൾ ടു റിസീവ് ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്രസ് ദെയർ വ്യൂസ് റിലേറ്റിംഗ് ടു ദ മാറ്റർ ഓഫ് ജനറൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ആ കമ്പനിയുടെ ജനറൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ആ ഇൻഫോർമേഷൻ കിട്ടാനും അതിന് അവരുടെ അഭിപ്രായം പറയാനുമുള്ള ഫ്രീഡം, അതിനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കൺസൾട്ടേറ്റീവ് ഇമ്പോർട്ടൻസ്. ഇവിടെ എന്താണ്, ദ വർക്കേഴ്സ് ആർ കൺസൾട്ടഡ് ഓൺ ദ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയി വെൽഫെയർ സച്ച് ആസ് വർക്ക്, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഹവർ ഫൈനൽ ഡിസിഷൻ ഈസ് ഓൾവേസ് ടേക്കൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ്, ദാറ്റ് യു ഓൾ നോ അല്ലേ. ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ ആയിരിക്കും. എന്നാലും ഒരു വർക്കറുടെ വെൽഫെയർ, അവരുടെ ഹെൽത്ത്, സേഫ്റ്റി ഇത്തരം കാര്യങ്ങളിൽ ഇവരോടുകൂടി ഒരു കൺസൾട്ട് ചെയ്യാണ് നമ്മൾ. അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ്സിനും കൂടി ഒരു കൺസൾട്ടേഷൻ നമ്മൾ നടത്തണം. ദ എംപ്ലോയീസ് വ്യൂസ് ആർ ഓൺലി അഡ്വൈസറി ഇൻ നേച്ചർ. ഇവിടെ എംപ്ലോയീസിൻ്റെ അഭിപ്രായം നമ്മളൊരു അഡ്വൈസറി നേച്ചറിൽ എടുക്കണുള്ളൂ. ഫൈനൽ ഡിസിഷൻ അപ്പോഴും ആരുടെ ആയിരിക്കും, ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ആയിരിക്കും. 3, അസോസിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് കൺസൾട്ടേറ്റീവ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഹിയർ ഈസ് അണ്ടർ ദ മോറൽ ഒബ്ലിഗേഷൻ ടു മാനേജ്മെൻറ്റ് ആൻഡ് ആക്സെപ്റ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് യുനാനിമസ് ഡിസിഷൻ ഓഫ് ദ എംപ്ലോയീസ്. ഇവിടെ നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട, അഡ്വൈസ് വാങ്ങേണ്ട, പക്ഷേ ഇവിടെ മാനേജ്മെൻറ്റിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. എന്ത്, ഈ പറയുന്ന വർക്കേഴ്സിൻ്റെ അഭിപ്രായം കൂടെ യുനാനിമസ്ലി ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബാധ്യത ആർക്കുണ്ടാവും, മാനേജ്മെൻറ്റിന് ഉണ്ടാവും. Under this method, the managers and workers jointly take the decision. അവരുടെ ഒരു അഡ്വൈസ് മാത്രമല്ല നമ്മൾ എടുക്കണേ, അവർ ഒരുമിച്ചാണ് ഡിസിഷൻസ് എടുക്കുന്നത്. 4, അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. നാലാമത്തെ ലെവലാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഹിയർ ഇറ്റ് ഈസ് എൻഷുവേഴ്സ് ദ ഗ്രേറ്റർ ഷെയർ ഓഫ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസ്ചാർജ് ഓഫ് മാനേജീരിയൽ ഫംഗ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിങ്, അങ്ങനെ ഓരോ ഓർഗനൈസേഷനിൽ എന്തൊക്കെ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ അതിലെല്ലാം എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. ഹിയർ ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ് കം ടു എംപ്ലോയി, preferably with alternatives for administration, and employees have to select the best from those for implementation. ഓൾറെഡി ഡിസിഷൻ മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഡിസിഷൻ എല്ലാം തന്നെ എംപ്ലോയീസിൻ്റെ മുന്നിലൊരു ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് മാനേജ്മെൻറ്റ് വയ്ക്കും. ഈ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് വണ്ണിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്, എംപ്ലോയീസിന് കൊടുക്കുകയാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പാർട്ടിസിപ്പേഷൻ. Then the 5th level, last level is decisive participation. Highest level of participation. ഇതാണ് ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ ലെവലാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. where decisions are jointly taken by the matters relating to production, employee welfare, etc. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സ്, വെൽഫെയർ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സ്, ഇതിനെയെല്ലാം തന്നെ അതിൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് ഏത്, ഡിസിസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയണേ. അങ്ങനെ 5 ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ലേബർ പാർട്ടിസിപ്പേഷൻ ഓർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്.
നെക്സ്റ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. എല്ലാവർക്കും തുല്യത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുത്തക അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് അല്ലാതെ ഒരു ഡെമോക്രസി കൊണ്ടുവരാനായിട്ട് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് സാധിക്കും. 2, ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ബെനഫിഷ്യൽ ടു ദ എംപ്ലോയീസ് ആൻഡ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിക്കും എംപ്ലോയീസിനും ഒരേപോലെ ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും. 3rd വൺ, ടു ബിൽഡ് ദ മോസ്റ്റ് ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ വർക്കേഴ്സ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ്. നമുക്ക് സാധാരണയായിട്ട് സൈക്കോളജിക്കൽ, നിങ്ങൾ ഒരു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിൽ എന്താ പറയുക, ഒരു ഏറ്റവും താഴെയുള്ള ബേസിക് നീഡ്സ് കൂടാതെ ഒരു വ്യക്തിക്ക് സോഷ്യൽ നീഡ്സ് ഉണ്ടാവും, എസ്റ്റീം നീഡ്സ് ഉണ്ടാവും. സോഷ്യൽ റെക്കഗ്നിഷനൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അപ്പോൾ അതിനെയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് അത് ചെയ്യാനായിട്ട് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് സാധിക്കും. പിന്നെ ടു സ്ട്രെങ്തൻ ദ ലേബർ മാനേജ്മെൻറ്റ് കോപ്പറേഷൻ ആൻഡ് ഡസ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. ലേബേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഏറ്റവും നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ ഒബ്ജക്റ്റീവ് ഈസ് ടു സെക്യൂർ ഫുൾ റെക്കഗ്നിഷൻ ഓഫ് ദി വർക്കേഴ്സ്. വർക്കേഴ്സിന് മാക്സിമം അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത്. ദെൻ ടു ഡെവലപ്പ് ഹ്യൂമൻ പേഴ്സണാലിറ്റി, ടു ഡെവലപ്പ് ലീഡേഴ്സ് വിത്തിൻ ദി ഇൻഡസ്ട്രി. അവരുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, പിന്നെ ഇൻഡസ്ട്രിയിൽ ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലേബർ പാർട്ടിസിപ്പേഷൻ കൊണ്ട് നമുക്ക് എയിം ചെയ്യുന്നതാണ്. അതായത് മൊത്തത്തിൽ വർക്കർ എന്നുള്ള ഒരു നിലയിൽ നിന്ന് ഉയർന്ന് അവർ മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഒരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അംഗീകാരം കൂടുകയാണ് അല്ലേ? അപ്പോൾ അതുവഴി അവരുടെ മൊറാലിറ്റി, ലോയൽറ്റി, കമ്മിറ്റ്മെൻറ്റ് എല്ലാം കൂടും. അങ്ങനെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി എല്ലാം കൂട്ടാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. അത് ഇപ്പോൾ കുറേ നമ്മൾ ഒബ്ജക്റ്റീവായിട്ടും ഡെഫിനീഷനിലൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിൻ്റ് ഈസ് റിഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ്. അതായത് പാർട്ടിസിപ്പേഷൻ ഓഫ് ലേബേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ്. ദ ഇൻഡസ്ട്രിയൽ അൺറെസ്റ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ ദർ ഇസ്, എന്താ അൺറെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഐക്യമില്ലായ്മ അല്ലേ? So it arises when there is a conflict between two organized groups which are motivated by their belief and that each group's interest is threatened by other groups' works. അതായത് രണ്ട് ടീമുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോഴാണ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് ഉണ്ടാവണേ. ഒരാൾ അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യണം, മറ്റേയാൾ അത് എതിർക്കണം. അപ്പോഴാണ് അവിടെ ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ വർക്കേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലേ? സോ ദ ചാൻസ് ഓഫ് ഹാവിങ് കോൺഫ്ലിക്റ്റ് ഈസ് റിഡ്യൂസ്ഡ്. ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെ നമ്മൾ പ്രിൻസിപ്പൾ ഒരു റൂൾ ഉണ്ടാക്കണം. ആ റൂള് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിലേക്ക് അടിച്ചേൽപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, ടീച്ചേഴ്സിനോട് നിർബന്ധമായിട്ട് നാളെ മുതൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ ഒറ്റയ്ക്ക് എടുത്തൊരു ഡിസിഷൻ അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ദർ ഈസ് കോൺഫ്ലിക്റ്റ്. അതേസമയം ടീച്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് കൂടി, ടീച്ചേഴ്സിൽ നിന്ന് 2 റെപ്രസെൻറ്റേറ്റീവ് കൂടി പ്രിൻസിപ്പളിൻ്റെ ഒപ്പം ആ ഒരു ഡിസിഷൻ എടുക്കാനുണ്ട് എങ്കിൽ അവിടെ എന്താണ്, നമുക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, തർക്കം ഉണ്ടാവില്ല. കാരണം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആൾക്കാരും അവിടെ ഉണ്ട് അല്ലേ? 2, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. Managers and employees doubt the integrity of each other due to ignorance of the problems of both. Participation brings the two groups closer. It helps to understand the problems of each other. സാധാരണയായിട്ട് മാനേജർ എന്ന് പറയുമ്പോൾ മാനേജിങ് ലെവലിൽ മാത്രം തിങ്ക് ചെയ്യുന്ന ആൾ, വർക്കർ എന്ന് പറയുമ്പോൾ വർക്കർ എന്നുള്ള നിലയിൽ അവരുടെ പ്രോബ്ലംസ് മാത്രം ഡീൽ ചെയ്യുന്ന ആൾ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദർ ഈസ് നോ, അവരുടെ എന്താണ് പ്രോബ്ലംസ് അതിനെപ്പറ്റി രണ്ടു കൂട്ടർ അറിയണില്ല. ഇപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിലുള്ളവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അറിയില്ല നോർമൽ സിറ്റുവേഷനിൽ. പക്ഷേ ഇവിടെ വർക്കേഴ്സ് കൂടി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ അവർ കൂടുതൽ ക്ലോസ് ആവാണ്. അപ്പോൾ അവർക്ക് എന്താണ്, രണ്ട് കൂട്ടർക്കും അവരുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും. 3rd വൺ, ഹയർ പ്രൊഡക്ടിവിറ്റി.
That is, labor participation in management ensures full cooperation between the employees and management, and thereby the productivity will be increased. It helps to increase the production and profit of the organization. Participation improves the job satisfaction and motivation. It has unique motivational power. അവരെ മോട്ടിവേഷൻ കൂടും, ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും, പ്രൊഡക്ടിവിറ്റി പ്രോഫിറ്റ് ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കും. 4. പീസ് ആൻഡ് ഹാർമണി ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ഐക്യം വരും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റിനോടുള്ള ലോയൽറ്റി, ആ ഓർഗനൈസേഷനോടുള്ള ലോയൽറ്റി കൂടാനായിട്ട് സാധിക്കും. ദെൻ ഓവറോൾ ഗ്രോത്ത്. അങ്ങനെ വർക്കേഴ്സിന് അവരുടെ ആക്ഷൻസ് ഹൗ കോൺട്രിബ്യൂട്ട് ദെയർ ആക്ഷൻസ് ടു ദി ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഗ്രോത്തിനെ എങ്ങനെ സഹായിക്കണമെന്ന് അറിയാനായിട്ട് വർക്കേഴ്സിന് സാധിക്കും. എൻഹാൻസസ് ദ റെസ്പോൺസിബിലിറ്റി. ഹിയർ വർക്കറായിട്ട് മാത്രം നിൽക്കുമ്പോൾ മാനേജേഴ്സിനെ കുറ്റപ്പെടുത്താനേ നേരം ഉണ്ടാവുള്ളൂ അല്ലേ. അതേസമയം ഇപ്പോൾ വർക്കേഴ്സ് മാനേജ്മെൻറ്റ് ലെവലിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആകുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരുടെ ഡിസിഷനായിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ മോർ എൻതൂസിയാസ്റ്റിക് ഇൻ ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. ആ എടുത്ത ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണതിൽ അവർ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിരിക്കും, കാരണം അവരുടെയാണ് തീരുമാനം. സോ പാർട്ടിസിപ്പേഷൻ മേക്സ് ദം മോർ റെസ്പോൺസിബിൾ. Then 7. Enhances initiation. Here workers become more willing to take initiative and come out with cost saving suggestion and growth oriented ideas. ആ കമ്പനി എടുക്കുന്ന ഡിസിഷനിൽ അവരും കൂടി ഭാഗമാണ്, കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നതിൽ അവർ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോസ്റ്റ് കുറയ്ക്കാവുന്ന മെത്തേഡ്സ്, സജഷൻസ് ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അങ്ങനെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഐഡിയാസ് വരും. ഇൻഡസ്ട്രിയൽ ഡെമോക്രസി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ പാർട്ടിസിപ്പേഷൻ ഓഫ് ലേബേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ്, അവിടെ ഇൻക്രീസസ് ദ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇറ്റ് റെഡ്യൂസസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ. നെക്സ്റ്റ്, ലെസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഡിസിഷൻ എടുത്തിട്ട് അത് വർക്കേഴ്സിലേക്ക് എടുക്കുമ്പോൾ ആ ചേഞ്ചിനോട് ഭയങ്കരമായിട്ട് എല്ലാവരും റെസിസ്റ്റ് ചെയ്യും, പ്രതികരിക്കും അല്ലേ. എന്നാൽ ഇവിടെ എന്താണ്, വർക്കേഴ്സ് അറിയുന്നുണ്ട് എന്താണ് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റമെന്ന് മാനേജ്മെൻറ്റിനോടൊപ്പം ആർക്കും അറിയാം, വർക്കേഴ്സിനോടും അറിയാം. അതുകൊണ്ട് തന്നെ ആ മാറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കുറവായിരിക്കും. ഓക്കെ, ഇതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ്. നെക്സ്റ്റ്, ജസ്റ്റ് മിസ് അതൊന്ന് വെറുതെ ടച്ച് ചെയ്യണുള്ളൂ, എങ്ങാനും ചോദിച്ചാൽ എഴുതാനായിട്ട് പോയിൻ്റ് വൈസ്. എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഈ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യണമെങ്കിൽ ഉള്ള എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് എങ്ങാനും 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാനാണ് കേട്ടോ. അപ്പോൾ ആ പോയിൻറ്റ്സ് മിസ് പറയാം, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എൻലൈറ്റൻ ആൻഡ് ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡ് ഒബ്ജക്റ്റീവ്സ്. പിന്നെ ജെനുവിൻ ഫെയ്ത്ത് ഇൻ ദ സിസ്റ്റം. എന്താണോ കൊണ്ടുവരാൻ പോണത് അതിൽ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. റിയൽ പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം. വെറുതെ ഫിസിക്കൽ പ്രസൻസ് പോരാ, ഇമോഷണൽ ഇൻവോൾവ്മെൻ്റ് അതിലുണ്ടായിരിക്കണം. കോംപ്ലിമെൻ്ററി ബോഡി, സ്ട്രോങ് ട്രേഡ് യൂണിയൻ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, സെൻട്രലൈസ്ഡ് അതോറിറ്റി ആൻഡ് പ്രോഗ്രാംസ് ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത്രയും ഘടകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ വരണേ. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമ്മൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ നടത്തുന്നത്? 13 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മിസ് 13 ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 13 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇത്തിരി കൂടുതൽ 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് പഠിച്ചേക്കുക. കുറച്ചധികം എക്സ്പ്ലനേഷൻ ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒരുമിച്ച് എസ്സേ ആയിട്ടോ 4 മാർക്കിനോ ചോദിക്കാവുന്നതാണ് കേട്ടോ. പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ, പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പ്, പാർട്ടിസിപ്പേഷൻ ത്രൂ കംപ്ലീറ്റ് കൺട്രോൾ, പാർട്ടിസിപ്പേഷൻ ത്രൂ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽ, ജോയിൻറ്റ് കൗൺസിൽ, വർക്ക് കമ്മിറ്റി, പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗെയിനിങ്, participation through job enlargement and job enrichment, suggestion scheme, quality circles,
എംപവേർഡ് സ്കീം, TQM or ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഇങ്ങനെ 13 മെത്തേഡ്സ് ഓഫ് പാർട്ടിസിപ്പേഷനാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ വളരെ ഡീറ്റെയിൽ ആയിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്യാം. പാർട്ടിസിപ്പേഷൻ അറ്റ് ദ ബോർഡ് ലെവൽ. 4 മാർക്കിന് ചോദിച്ചാൽ എഴുതാം കേട്ടോ. 1 or 2 representatives of workers are nominated or elected to the board of directors. നമ്മുടെ കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് 1-2 വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൂടെ എന്ത് ചെയ്യും? ഇലക്ട് ചെയ്യും. ദിസ് വുഡ് ബി ദ ഹയസ്റ്റ് ഫോം ഓഫ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയുടെ ഏറ്റവും പീക്ക് ഓർ ഹയസ്റ്റ് ഫോമാണ് ഈ ടൈപ്പ് പാർട്ടിസിപ്പേഷൻ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, അത്രയും വലിയൊരു പൊസിഷനിലേക്ക് വർക്കറുടെ റെപ്രസെൻറ്റേറ്റീവിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ദ വർക്കേഴ്സ്. അപ്പം നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയാണ് ബോർഡ് ലെവലിലുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് ഓൺ ദ ബോർഡ് ക്യാൻ പ്ലേ വൈറ്റൽ റോൾ ഇൻ പ്രൊട്ടക്റ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ലേബേഴ്സ്. ലേബേഴ്സിന് ഫേവറബിളായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലോണം ബിഹേവ് ചെയ്യണത് ആരായിരിക്കും? ഈ പറഞ്ഞ ബോർഡ് ലെവലിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അവർക്ക് ഒരു ഗൈഡ് ആവാം, ഒരു കൺട്രോൾ എലമെൻ്റ് ആവാം, ഇതൊക്കെയായിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ദേ ക്യാൻ സക്സീഡ് അപ്പോൺ ടോപ്പ് മാനേജ്മെൻറ്റ് നോട്ട് ടു ടേക്ക് ദ അവർക്ക് എംപ്ലോയീസിന് ഹാംഫുൾ ആയിട്ടുള്ള മെഷേഴ്സ് ഒന്നും എടുക്കാതിരിക്കാനായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ അവർക്ക് കൗണ്ടർ ചെയ്യാൻ പോലും ആർക്ക് സാധിക്കും? ഈ ബോർഡിലുള്ള വർക്കേഴ്സിന് സാധിക്കും. ഇവർക്ക് ബോർഡ് മെമ്പേഴ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റിന്, എംപ്ലോയി ബെനിഫിറ്റിനുള്ള ഗൈഡൻസ് കൊടുക്കാനും അഡ്വൈസ് കൊടുക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ ഒരു ബോർഡ് ലെവൽ പാർട്ടിസിപ്പേഷൻ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോർഡ് ഓഫ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് പൂനെ, HMT ബാംഗ്ലൂർ, നാഷണലൈസ്ഡ് ബാങ്ക്സിലൊക്കെ തന്നെ ഈ ബോർഡ് ലെവൽ മാനേജ്മെൻറ്റ് സ്കീം, പാർട്ടിസിപ്പേഷൻ സ്കീം നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നതുണ്ട്. ബോർഡ് ലെവലിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന്, ഫോക്കസ് ഓഫ് വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഫോക്കസ് ഓഫ് ദ റിമൈനിങ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ്. എത്രയ്ക്കായാലും നമ്മൾ വർക്കേഴ്സിനെ ബോർഡിലേക്ക് കയറ്റുമ്പോൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ബാക്കിയുള്ളവരുടെ ചിന്താഗതി എന്ന് പറയുന്നതും ഈ വർക്കേഴ്സിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നതും രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഒരു പ്രോബ്ലം. 2, വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് മേ ബി ആൻ ഇഫക്റ്റീവ് ലീഡർ ബട്ട് ഹീ ഈസ് നോട്ട് ആൻ ഇഫക്റ്റീവ് മാനേജർ. അയാൾ ചിലപ്പോൾ നല്ലൊരു ലീഡറായിരിക്കാം, പക്ഷെ ഒരു നല്ല മാനേജർ അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് അയാൾക്ക് ഉയരാനായിട്ട് സാധിക്കില്ല. അടുത്തത്, ഹി ആക്ട് ആസ് എ മൗത്ത് പീസ് ഓഫ് ട്രേഡ് യൂണിയൻ വിച്ച് ഇസ് നോട്ട് ഓൾവേസ് ഡിസൈറബിൾ. ചിലപ്പോൾ വർക്കേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബോർഡിൽ വന്നിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അയാളൊരു ട്രേഡ് യൂണിയൻ്റെ മൗത്ത് പീസ് ആയിരിക്കും. അതായത് അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു ഉപകരണമായിരിക്കും. അത് നമുക്ക് ഫേവറബിൾ ആവില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് വർക്കേഴ്സ് സഫേഴ്സ് ആഫ്റ്റർ ദ ഫോർമർ അസ്യൂംസ് ഡയറക്റ്റ്. ഇപ്പോൾ വർക്കേഴ്സും വർക്കർ റെപ്രസെൻറ്റേറ്റീവും നല്ല ടൈപ്പ് ആയിരിക്കും, പക്ഷേ അതിൽ വർക്കർ പിന്നീട് ആ ഒരു ഡയറക്ടർഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും സ്നേഹവും ഇല്ലാണ്ടാവും. അടുത്തത്, ഹി ടെൻസ് ടു ബിക്കം അലൈൻഡ് ഫ്രം ദ വർക്കേഴ്സ്. പിന്നീട് അവരിൽ നിന്ന് വർക്കേഴ്സിൽ നിന്ന് അലൈൻഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് അതർ മെമ്പേഴ്സിൽ നിന്ന്, എന്താ പറയുക, വർക്കേഴ്സിൽ നിന്ന് ഒരുപാട് അകന്നു പോവര്, കാരണം ഇവർ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ. ഇനി ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ദ ഡിഫറൻസ് ഇൻ ബിഹേവിയർ ആൻഡ് മാനേഴ്സ്, എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ് മേ ഫീൽ ഇൻഫീരിയർ ടു ദി അതർ മെമ്പേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ലെവൽ വൈസ് അവരുടെ മാനേഴ്സ്, ബിഹേവിയർ, കൾച്ചർ ഒക്കെ ഹൈ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെയുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെ വർക്കേഴ്സിനെ മേ ഫീൽ ഇൻഫീരിയർ, വളരെ ഒരു കോംപ്ലക്സ് അവർക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദ ലാസ്റ്റ് വൺ, സച്ച് റെപ്രസെൻറ്റേറ്റീവ് പ്ലേസസ് ദം ഇൻ എ മൈനോറിറ്റി. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ബാക്കിയുള്ള മെമ്പേഴ്സിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവരെപ്പോഴും ഒരു മൈനോറിറ്റി ഗണത്തിലായിരിക്കും പെടുത്തുക. അതായത് മെജോറിറ്റി വോട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഡിസിഷൻസ് വരണേ. ഈ പറഞ്ഞ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? മൈനോറിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില ഉണ്ടാവില്ല എന്നർത്ഥം. സെക്കൻഡ് വൺ, പാർട്ടിസിപ്പേഷൻ ത്രൂ ഓണർഷിപ്പിലൂടെയുള്ള പാർട്ടിസിപ്പേഷൻ.
അതായത് ഹിയർ ദ വർക്കേഴ്സ് ആർ അലൗഡ് ടു പർച്ചേസ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി ആൻഡ് they become the co-owners of the company. In many cases, advance and financial assistance in the form of easy repayment option are extended to enable employees to buy equity shares. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് വാങ്ങാൻ എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുകയാണ്. അങ്ങനെ ഇക്വിറ്റി ഷെയർ വാങ്ങിക്കഴിയുമ്പോൾ അവരാരാവാണ്? കമ്പനിയുടെ ഓണർ ആവാണ്. അങ്ങനെ മാനുഫാക്ചറിങ് സെക്ടറിലും സർവീസ് സെക്ടറിലും അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അങ്ങനെ അവർക്ക് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. Third one, participation through complete control. Here, workers acquire complete control of the management through elected boards. The system of self-management in Yugoslavia is based on this concept. ഇതിൽ വർക്കേഴ്സിന് മാനേജ്മെൻറ്റിൽ ഇലക്ട് ചെയ്തുകൊണ്ട് ഇലക്റ്റീവ് ബോർഡിലൂടെ കംപ്ലീറ്റ് കൺട്രോൾ അവർ അക്വയർ ചെയ്യുകയാണ്. They manage directly all aspects of industry through their representative. It ensures identification of the workers with their organization. Industrial disputes are disappeared when the workers develop loyalty to the organization. അങ്ങനെ കമ്പനിയുടെ കംപ്ലീറ്റ് കൺട്രോൾ വർക്കേഴ്സ് എടുത്തു കഴിയുമ്പോൾ അവർക്ക് കമ്പനിയോട് എന്ത് വരും? ഒരു ലോയൽറ്റി വരും. അങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നാലാമത്തെ, പാർട്ടിസിപ്പേഷൻ ത്രൂ സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽ. These are the bodies on which the representation is totally of the employees. എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്ത്? സ്റ്റാഫ് ആൻഡ് വർക്ക് കൗൺസിൽ എന്ന് പറയുന്നത്. ദേ മേ ബി വൺ കൗൺസിൽ ഓർ എൻ്റയർ ഓർഗനൈസേഷൻ ഓർ എ ഹൈറാർക്കി ഓഫ് കൗൺസിൽ. ചിലപ്പോൾ എൻ്റയർ ഓർഗനൈസേഷനിൽ ഒറ്റ കൗൺസിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കൗൺസിൽസ് ഉണ്ടാവും. ഈ റെസ്പെക്റ്റീവ് സെക്ഷനിലുള്ള എംപ്ലോയീസ് ഇലക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ. Such council play a diverse role in seeking information for the management intention to a full share in decision making. ഈ കൗൺസിലിലേക്കും എന്നിട്ട് വർക്കേഴ്സിൽ നിന്ന് മെമ്പറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഇലക്റ്റീവ് മെമ്പേഴ്സ് ആയിരിക്കും മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ഫ്രം ദ ബിഗിനിങ് ഒരു ചെറിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്നുള്ളത് മുതൽ ഫുൾ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള ആ റോള് മൊത്തം ആർക്കുണ്ട്? വർക്കേഴ്സിനുണ്ട്. നെക്സ്റ്റ്, ജോയിൻ്റ് കൗൺസിൽ. Joint management councils are constituted. These are the bodies comprising representative of employee and employers. എംപ്ലോയറും എംപ്ലോയി അടങ്ങുന്ന അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അടങ്ങുന്ന ഒരു കൗൺസിലിനെയാണ് നമ്മൾ ജോയിൻ്റ് കൗൺസിൽ എന്ന് പറയണേ. ഇവിടെ പാർട്ടിസിപ്പേഷൻ്റെ ഏറ്റവും ലൂസ് ഫോമാണിത്. ഓക്കെ, കാരണം കൗൺസിൽസ് കൺസൾട്ടേറ്റീവ് ബോഡീസ് ആയിരിക്കും. ഇവിടെ UK-ലാണിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവരൊരു കൺസൾട്ടൻസി ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് വർക്കേഴ്സ്. ദെൻ വർക്ക് കമ്മിറ്റി. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലീഗൽ റിക്വയർമെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എൻജോയിങ് 100 or more വർക്കേഴ്സ്. 100-ൽ കൂടുതൽ വർക്കേഴ്സ് ഉള്ള എല്ലാ ഇൻഡസ്ട്രിയിലും കമ്പൽസറി ആയിട്ട് ഫോം ചെയ്യേണ്ട ഒന്നാണ് വർക്ക് കമ്മിറ്റി. സച്ച് കമ്മിറ്റീസ് ഡിസ്കസസ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് കണക്റ്റഡ് ടു ലേബർ വെൽഫെയറുമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ഈ കമ്മിറ്റി എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതിൽ എന്താ പറയുക, വെൽഫെയർ കമ്മിറ്റി ഉണ്ടാവും, സേഫ്റ്റി കമ്മിറ്റി ഉണ്ടാവും. ഇവർ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഡെമോക്രസിക്ക് അധികം ഇഫക്റ്റീവ് ആവണമെന്നില്ല. ഓക്കെ, പാർട്ടിസിപ്പേഷൻ ത്രൂ കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയറും എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും തമ്മിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ്, നെഗോഷിയേഷനാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഈ കളക്റ്റീവ് ബാർഗെയിനിങ് പീരീഡിൽ വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് അപ്രോച്ച് ദ എംപ്ലോയർ ആൻഡ് അറ്റംപ്റ്റ് ടു നെഗോഷിയേറ്റ് എ കോൺട്രാക്റ്റ്. അവർ എംപ്ലോയീസിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് കോൺട്രാക്റ്റ് എംപ്ലോയറുടെ മുന്നിൽ അവർ ബാർഗെയിൻ ചെയ്യും. എന്നിട്ട് രണ്ടുപേർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കളക്റ്റീവ് ആർഗ്യുമെൻറ്റിൽ അവർ എത്തിച്ചേരും. ഇനി ഇവിടെ കളക്റ്റീവ് ബാർഗനിങ്ങിൻ്റെ കേസിൽ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ് നീഡ് ടു ബാർഗൻ ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. ഇവിടെ തർക്കങ്ങളോ വാദങ്ങളോ ഇല്ലാതെ ആ റൈറ്റ് സ്പിരിറ്റിലായിരിക്കണം രണ്ടുപേരും ബാർഗെയിനിങ് നടത്താനായിട്ട്. ഇനി എട്ടാമത്തെ, പാർട്ടിസിപ്പേഷൻ ത്രൂ ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ജോബ് എൻറിച്ച്മെൻറ്റ്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞേക്കുന്നത് അല്ലേ. മൊണോട്ടണി, ബോർഡം, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറിച്ച്മെൻറ്റും കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഇത് രണ്ടും ചെയ്യാനുള്ള അവരുടെ ജഡ്ജ്മെൻറ്റ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം എംപ്ലോയീസിന് കൊടുക്കണം. അതാണ് എട്ടാമത്തെ പോയിൻറ്റ്. ഒമ്പതാമത്തെ പോയിൻറ്റ്,
പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീം. ഈ സ്കീം പ്രകാരം എംപ്ലോയീസ് ആർ ഇൻവൈറ്റഡ് ടു ഗീവ് സജഷൻസ് ഫോർ ഇംപ്രൂവിങ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി സജഷൻസ് കൊടുക്കണം. എ സജഷൻ ബോക്സ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ ഓഫീസ് പ്രിമിസസ്. അവിടെ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ടാവും. എംപ്ലോയീസിന് അവരുടെ സജഷൻസ് ആ ഒരു ബോക്സിലിടാം. റിവാർഡ് ഈസ് ഗിവൺ ഫോർ ദ ബെസ്റ്റ് സജഷൻ. അതിൽ ഏറ്റവും നല്ല സജഷൻ എന്ത് കൊടുക്കും? റിവാർഡ് കൊടുക്കും. വിത്ത് ദി സ്കീം ദ എംപ്ലോയീസ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോബ്ലംസ് ഓഫ് ദ, അതായത് കമ്പനിയുടെ പ്രോബ്ലത്തിനെ എംപ്ലോയീസ് എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിനുള്ള ഒരു അത് കാണിക്കാനുള്ള, അതിൻ്റെ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള, അറിയാനുള്ളൊരു മെത്തേഡാണ് പാർട്ടിസിപ്പേഷൻ ത്രൂ സജഷൻ സ്കീം. അടുത്തത് പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജപ്പാനിലാണ് 1960 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് എ വോളണ്ടറി പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ്. ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിലും സെൽഫ് ഡെവലപ്മെൻറ്റിലും ഓരോ വർക്കേഴ്സ് റെപ്രസെൻറ്റേഷനും കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? പാർട്ടിസിപ്പേഷൻ ത്രൂ ക്വാളിറ്റി സർക്കിൾ. ക്വാളിറ്റി സർക്കിൾ കൺസിസ്റ്റ് ഓഫ് 7 to 10 people ഫ്രം ദ സെയിം വർക്ക് ആർ ഹു മീറ്റ് റെഗുലർലി ടു ഡിഫൈൻ അനലൈസ്. അതായത് ഒരേ ഫീൽഡിലുള്ള 7-10 ആൾക്കാരാണ് ഈ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയണേ. അവർ റെഗുലർലി മീറ്റ് ചെയ്തിട്ട് ആ കമ്പനിയുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വാളിറ്റി അതിലെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അവർ ആ ഏരിയയിൽ നല്ലോണം സ്റ്റഡി നടത്തും. ഇനി ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ലൈഫ് സൈക്കിൾ ഉണ്ടാവും. 1 or 3 years ഒക്കെ ആയിരിക്കും. ഓക്കെ. ഇനി എംപവേർഡ് ടീംസ്. എംപവേർഡ് ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ വെൻ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ഹാൻഡഡ് ഓവർ ടു ദ എംപ്ലോയീസ് ഹൂ ദെൻ എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓവർ ദെയർ ജോബ്സ്. കമ്പനീനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് വരുമ്പോൾ അവർക്ക് അവരുടെ ജോബിൽ ഒരു കൺട്രോൾ ഉണ്ടാവും. എംപ്ലോയീസ് മേ ഫീൽ മോർ റെസ്പോൺസിബിൾ, മേ ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ദെയർ വർക്ക്, മേ ഗെറ്റ് മോർ വർക്ക് ഡൺ ആൻഡ് മേ എൻജോയ് ദ വർക്ക് മോർ. സോ എംപവേർഡ് വർക്കേഴ്സ് ആർ ഏബിൾ ടു ഷെയർ വേരിയസ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ് ഫങ്ഷൻസ്. ടൈറ്റാൻ, റിലയൻസ്, ABB, വിപ്രോ ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. അടുത്തത് TQM, 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. TQM refers to the deep commitment, almost mania, of an organization to quality. ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മാക്സിമം കമ്മിറ്റ്മെൻറ്റ്, ഒരുതരം മാനിയ എന്ന് പറയാം, ഭ്രാന്ത് എന്ന് പറയാം, ഒരു ഭ്രാന്തമായ കമ്മിറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? TQM അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി എടുക്കുന്ന എവറി സ്റ്റെപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഇൻറ്റൻസീവ് ആൻഡ് റെഗുലർ സ്ക്രൂട്ടിനി ഫോർ വേസ് ടു ഇമ്പ്രൂവ് ഇറ്റ്. ആ കമ്പനിയുടെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതായിരിക്കും അവരെടുക്കുന്ന ഓരോ സ്റ്റെപ്പും. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് if an employee has a financial stake in the organization, he is likely to be more positively motivated and involved. ഒരു കമ്പനിയിൽ അയാൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കമ്പനിയോട് അയാൾക്ക് എന്തുണ്ടാവും? ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. ആ കമ്പനി ഉയരണമെന്നും അതിൽ പ്രോഫിറ്റ് കൂട്ടണമെന്നൊക്കെ അയാൾക്ക് ചിന്തയുണ്ടാവും. സോ ദിസ് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലിങ്ക്ഡ് പേ ഉണ്ടാവും, പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ടാവും, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, പെൻഷൻ ഫണ്ട്, ഇതൊക്കെ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമാണ്. So this is the end of the session and also end of our subject human resource management of 3rd semester. Okay.